الحمد لله الذي أنشأ وبرأ خلق الماء والثرى واختار من خلقه محمدا خير الورى أرسله إلى بلده أم القرى أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم മുസ്ലിമൂൻ. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ നിഗന മേഖലകളിലും സൂക്ഷ്മതയോടെ പാലിച്ച് പരിശുദ്ധ റമളാനിന്റെ പരമാവധി സുഹൃതങ്ങൾ നേടിയെടുക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ റമളാനിന്റെ പരമാവധി പ്രതിഫലങ്ങൾ ശേഖരിക്കുവാനും കഴിവിന്റെ പരമാവധി പരലോകത്തേക്കുള്ള പാതയും ഒരുക്കി വെക്കാനും ഏറെ കഠിനമായി പരിശ്രമിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. എന്നിരുന്നാലും ഇത്തവണത്തെ റമളാനിനെ വരവേൽക്കാൻ, ആ റമളാനിൽ ഒരുപാട് ഇബാദത്തുകളെ കൊണ്ട് റമളാനിനെ നിറക്കാൻ പ്രതീക്ഷയോടെ മനസ്സിനെയും ശരീരത്തെയും തയ്യാറാക്കി ആ റമളാനിനെ സ്വീകരിക്കാൻ തയ്യാറായി ഒരുങ്ങി നിന്നിട്ടുണ്ടായിരുന്ന പല ആളുകളും ഇന്ന് നമ്മുടെ കൂടെ വ്രതാനുഷ്ഠാനത്തിനോ ഇബാദത്തുകളിൽ മുഴുകാനോ നമ്മുടെ കൂടെ ഇല്ല. നേരെ മറിച്ച് ഇത്തവണത്തെ റമളാനിൽ പങ്കെടുക്കാനോ വ്രതാനുഷ്ഠാനം നടത്താനോ ഇബാദത്തുകളിൽ മുഴുകാനോ കഴിയുമോ എന്ന് വേവലാതിപ്പെട്ടിരുന്ന, രോഗങ്ങളെ കൊണ്ട് ആശുപത്രി കിടക്കയിൽ കഴിഞ്ഞിരുന്ന പല ആളുകളും അവരുടെ രോഗം ശമനം നൽകപ്പെട്ട് ഡിസ്ചാർജ് ചെയ്യപ്പെട്ട് ഇന്ന് നമ്മുടെ കൂടെ നോമ്പനുഷ്ഠിക്കുന്നുണ്ട്, ഇബാദത്തുകളിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതൊക്കെയും നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യം നമ്മുടെ ആയുസ്സും ആരോഗ്യവും ഒന്നും നമ്മുടെ കയ്യിലല്ല എന്നുള്ളത് തന്നെയാണ്. വിശുദ്ധ ഖുർആൻ 31-ാമത്തെ അധ്യായം സൂറത്തുൽ ലുഖ്മാനിന്റെ അവസാനത്തെ അഥവാ 34-ാമത്തെ ആയത്തിലൂടെ 5 കാര്യങ്ങള് അല്ലാഹുവിനല്ലാതെ ആർക്കും നിശ്ചയമില്ല കേട്ടോ എന്ന് നമ്മളെ വ്യക്തമാക്കി പഠിപ്പിക്കുന്നുണ്ട്. ഇന്നല്ലാഹ ഇൻദഹു ഇൽമു സാഅതി വയുനസ്സിലുൽ ഗൈസ വയഅലമു മാ ഫിൽ അർഹാം വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദൻ വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. ഖിയാമത്ത് നാൾ എപ്പോഴാ സംഭവിക്കുക, മഴ എപ്പോഴാ പെയ്യുക, മാതാവിന്റെ ഗർഭാശയത്തിലുള്ള കുട്ടിയുടെ വളർച്ചയുടെ അവസ്ഥ എന്താണ്, അടുത്ത സെക്കൻഡില് ഇവിടെ എന്താണ് സംഭവിക്കാനുള്ളത്, എവിടെ വെച്ച എപ്പോഴാ ഓരോ ആത്മാവും മരണപ്പെടുക എന്നീ കാര്യങ്ങള് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ എന്നുള്ളതാ. നമ്മുടെ അവധി എത്തും മുമ്പ് ജീവിതത്തില് പരമാവധി സൂക്ഷ്മത നിർഭരമായി ആ പരലോകത്തെ വിജയത്തിനായിട്ട് പ്രയത്നിക്കാനാണ് നമ്മൾ ഓരോരുത്തരും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ജോലി തിരക്കുകളുള്ള, പഠനവുമായി ബന്ധപ്പെട്ട് കരിയറിന്റെ അങ്ങേ അറ്റത്തേക്ക് എത്താൻ വേണ്ടി ഓടിക്കിതച്ചിരുന്ന നമ്മളിൽ പല ആളുകളും നമ്മുടെ തിരക്കുകളൊക്കെ മാറ്റിവെച്ച്, ഒരുപാട് കാര്യങ്ങളെ മാറ്റിവെച്ച് പരിശുദ്ധ റമളാനില് ഒടിഞ്ഞിരിക്കുകയാണ്, പള്ളികളിൽ കൂടുകയാണ്, പരിശുദ്ധ ഖുർആനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു കഥ പറയാറുണ്ട്. ഒരു ഗ്രാമത്തില് ഒരു ഗ്രാമോത്സവം നടക്കുക. ആ ഗ്രാമോത്സവത്തില് ആ നാട്ടിലുള്ള ചെറിയ കുട്ടി മുതല് പ്രായമായ മനുഷ്യന്മാര് വരെ പങ്കെടുക്കുന്നുണ്ട്. ഓരോരുത്തർക്കും ഓരോ ടാസ്കുകൾ കൊടുക്കുകയാണ്, മത്സരങ്ങൾ നടത്തുക. ഓരോ മത്സരത്തിലും ജയിക്കുന്ന ആളുകൾക്ക് അടുത്ത ടാസ്ക് കൊടുക്കും, തോൽക്കുന്ന ആളുകൾ ഔട്ടായിട്ട് പിന്മാറും. അങ്ങനെ ഓരോ റൗണ്ടും കഴിഞ്ഞ് അവസാനത്തില് 2 ആളുകൾ മാത്രം ബാക്കിയവണ്. 2 ആളുകൾ മാത്രം ഫൈനൽ റൗണ്ടിലേക്ക് സെലക്ട് ആയി. അതിൽ ഒന്നാമത്തെ ആള് 25 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരാണ്. രണ്ടാമത്തെ ആള് 65 വയസ്സ് കഴിഞ്ഞിട്ടുള്ള പ്രായമുള്ള ഒരു മനുഷ്യനാണ്.
അങ്ങനെ 25 വയസ്സുകാരനും 65 വയസ്സുകാരനും തമ്മിലുള്ള ഫൈനൽ മത്സരം നടക്കാനിരിക്കുക. ഫൈനലിലുള്ള ടാസ്ക് ലഭ്യമാകുന്നതിന് മുമ്പ് 25 വയസ്സുകാരൻ മനസ്സിലിങ്ങനെ പറയുന്നുണ്ട്, പടച്ചോനെ, ഫൈനലിലെ ടാസ്ക് കുറച്ച് ഹെവി ആയാൽ മതിയായിരുന്നു, കുറച്ച് ബുദ്ധിമുട്ടുള്ളതായാൽ മതിയായിരുന്നു, എന്നാൽ എനിക്ക് കുറച്ചും കൂടെ സുഖമായിട്ട് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് മനസ്സിലിങ്ങനെ കരുതുന്നുണ്ട്. ഫൈനലിലെ ടാസ്ക് കൊടുത്തു. രണ്ടാളുടെ കയ്യിലും ഓരോ വാള് കൊടുത്തിട്ട് പറഞ്ഞു, 1 മണിക്കൂർ സമയമുണ്ട്, 1 മണിക്കൂർ സമയമുണ്ട്. ആ 1 മണിക്കൂറിനുള്ളിൽ അപ്പുറത്തെ പറമ്പിൽ പോയിട്ട് പരമാവധി മരം മുറിക്കണം. ഏറ്റവും കൂടുതൽ മരം മുറിക്കുന്നയാളാണ് വിജയിക്കുക. മത്സരത്തിന്റെ നിബന്ധന കേട്ട ഉടൻ 25 വയസ്സുകാരൻ ആ പറമ്പിലേക്ക് ഓടി മരം മുറിക്കാൻ തുടങ്ങി. പ്രായമുള്ള 65 വയസ്സുകാരൻ പതുക്കെ നടന്നിട്ടാ പോണത്. അയാളും അവിടെ എത്തി. 25 വയസ്സുകാരൻ 2ഓ 3ഓ മരം മുറിച്ചു കഴിഞ്ഞപ്പോഴാണ് അപ്പുറത്ത് മരം മുറിക്കുന്ന സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നത്. അപ്പൊ ഇവനക്ക് സമാധാനമായി, അയാൾ ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ. ഇവൻ ഭയങ്കര ആവേശത്തോടു കൂടി മത്സരിച്ചുകൊണ്ടിരിക്കുക. അപ്പുറത്ത് കേൾക്കുന്ന മരം മുറിക്കുന്ന സൗണ്ട് ഇടയ്ക്ക് നിന്നു പോകുന്നു, വീണ്ടും തുടങ്ങുന്നു, വീണ്ടും നിന്നു പോകുന്നു, വീണ്ടും തുടങ്ങുന്നു. അപ്പോഴൊക്കെ ഇവനക്ക് ആശ്വാസ. 65 വയസ്സുണ്ട്, പ്രായം കാരണം തുടർച്ചയായിട്ട് ജോലി ചെയ്യാൻ ആ മനുഷ്യർക്ക് പറ്റണില്ല. അതുകൊണ്ട് അയാൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് എടുക്കുന്നുണ്ട്. ഇതൊക്കെ എന്റെ വിജയത്തിന് ആക്കം കൂട്ടുന്നുണ്ട് എന്ന് അവൻ ഇങ്ങനെ വിചാരിക്കുക. മത്സരത്തിന്റെ സമയം കഴിഞ്ഞു. വിജയിയെ പ്രഖ്യാപിക്കുന്ന സദസ്സിൽ 2 ആൾ ഹാജരായി. പക്ഷേ വിജയിയെ പ്രഖ്യാപിച്ചപ്പോ 65 വയസ്സുകാരന്റെ പേരാ വിളിച്ച്. 65 വയസ്സുകാരൻ സമ്മാനം വാങ്ങാൻ വേണ്ടി പോകുന്ന സമയത്ത് 25 വയസ്സുള്ള ഈ യുവാവ് അയാളോട് ചോദിക്കുന്നുണ്ട്, ഇടയ്ക്കിടെ റെസ്റ്റ് എടുത്തിട്ടും ഇടയ്ക്കിടെ നിർത്തിയിട്ടും താങ്കൾ എങ്ങനെ ഇത്രയധികം മരം മുറിച്ചത് എന്ന് ചോദിക്കുമ്പോ ആ യുവാവിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് 65 വയസ്സുകാരൻ പറയുന്നുണ്ട്, മോനെ, ശബ്ദം കേൾക്കാതായപ്പോ, ശബ്ദം നിന്നു പോയപ്പോഴൊക്കെയും നീ കരുതിയിട്ടുണ്ടാവും ഞാൻ റെസ്റ്റ് എടുക്കുകയാണെന്ന്, ഞാൻ റെസ്റ്റ് എടുക്കുകയാണെന്ന്. പക്ഷേ ഞാൻ റെസ്റ്റ് എടുക്കല്ലായിരുന്നു, ഞാൻ റെസ്റ്റ് എടുക്കല്ലായിരുന്നു. ഞാൻ എന്റെ വാളിന് മൂർച്ച കൂട്ടുകയായിരുന്നു, ഞാൻ എന്റെ വാളിന് മൂർച്ച കൂട്ടുകയായിരുന്നു. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രവർത്തനങ്ങളിൽ നിന്നും നമ്മൾ മാറി നിൽക്കുന്നത് ജീവിതത്തിൽ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ തഖ്വക്ക് മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ടാ. പരിശുദ്ധ റമളാൻ കൊണ്ട് സത്യവിശ്വാസിക്ക് എന്ത് കിട്ടും? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാവാൻ വേണ്ടി എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോ ആ തഖ്വക്ക് മൂർച്ച കൂട്ടാന്, അതിനെ അപ്ഡേറ്റ് ചെയ്യാന്, അതിൽ കൂടുതൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനും വ്യക്തമാക്കാനും പരിശുദ്ധ റമളാനിനെ കൊണ്ട് നമ്മൾ സമയം കണ്ടെത്തേണ്ടുന്നതുണ്ട്. ഇതിൽ എത്ര ദിവസം ഇനി എനിക്ക് നിങ്ങൾക്കും ബാക്കിയുണ്ടെന്ന് അറിയൂല. വിശുദ്ധ ഇസ്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, കുൻ ഫിദ് ദുനിയ കഅന്നക ഗരീബുൻ ഔ ആബിറു സബീൽ. മനുഷ്യ, നീ ദുനിയാവിൽ ഒരു വഴിയാത്രക്കാരനാ, ഒരു വഴിയാത്രക്കാരനാ, അല്ലെങ്കിൽ ഒരു അപരിചിതനാ. പരലോകത്തേക്കുള്ള യാത്രയാണ്, അതിലൊരു വഴി മാത്രമാ ദുനിയാവ്. അതുകൊണ്ട് അങ്ങനെ ജീവിക്കണം കേട്ടോന്നാ. നമുക്കൊക്കെ സുപരിചിതമായിട്ടുള്ള വിശുദ്ധ ഖുർആനിൽ ആയത്തുണ്ട് സൂറത്തുൽ ഗാശിയയിൽ, അഫലാ യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്. നിങ്ങൾ ഒട്ടകത്തിലേക്ക് നോക്കൂ, അതിനെ എങ്ങനെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഈ ഒട്ടകത്തിലേക്ക് നോക്കൂ, അതിനെ എങ്ങനെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന അർത്ഥത്തിലേക്ക് മാത്രം നോക്കിയാൽ അതിൽ നിന്ന് നമുക്കൊന്നും കിട്ടാനില്ല. എന്നാൽ ആശയങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോ ഒട്ടകത്തെ അള്ളാഹു മറ്റു ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അതിന് ഒരുപാട് വ്യത്യസ്ത കഴിവുകളെ കൊടുത്തു. അതിന്റെ കുളമ്പുകൾക്ക് പ്രത്യേകതയുണ്ട്. മണലില് താന്നു പോകാതിരിക്കാനുള്ള വ്യത്യസ്തമായ രീതിയിലാണ് അതിന്റെ കുളമ്പിനെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. അതിന്റെ കൺപോളക്ക് പ്രത്യേകത ഉണ്ട്. ഒട്ടകത്തിന്റെ ഒരു കണ്ണിന് 2 കൺപോളകളെ കൊടുത്തു പടച്ചോൻ. ഒന്ന് പുറമേയുള്ള കൺപോള, 2 കണ്ണിന്റെ ഉള്ളില് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു കൺപോളുണ്ട്. മണൽ കാറ്റടിക്കുമ്പോ ഒട്ടകം കണ്ണിന്റെ ഉള്ളിലുള്ള കൺപോള ഇങ്ങനെ അടക്കും. അതിന്റെ ഉള്ളിൽ കൂടെ ഒട്ടകത്തിന് കാണാൻ പറ്റും, പക്ഷെ മണൽത്തരികൾ ഉള്ളിലേക്ക് കയറൂല. മൂന്നാമത്തത് ഒട്ടകത്തിന്റെ മേൽചുണ്ട്. ആ മേൽചുണ്ടിനെ അള്ളാഹു 2 കഷ്ണങ്ങളാക്കിയിട്ടാണ് ചിത്രീകരിച്ചത്. കാരണം ഒട്ടകം ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് കള്ളിമുൾ ചെടികളാ. ആ കള്ളിമുൾ ചെടികള് അതിനെ ബാധിക്കാതിരിക്കാൻ അതിന്റെ മേൽചുണ്ടിനെ ക്രമീകരിച്ചല്ല. അവസാനമായിട്ട് നമ്മളൊക്കെ പഠിച്ച ഒട്ടകത്തിന്റെ മുതുകത്തുള്ള അതിന്റെ പൂഞ്ഞ ഒട്ടകത്തിനറിയാ അടുത്ത ദിവസം, അടുത്ത ആഴ്ച, അടുത്ത മാസം ഒരു പക്ഷേ എനിക്ക് വെള്ളമോ ഭക്ഷണമോ ലഭ്യമാകണമെന്നില്ല, കിട്ടണമെന്നില്ല. അതുകൊണ്ട് എവിടെ നിന്നെങ്കിലും വെള്ളമോ ഭക്ഷണമോ കണ്ടെത്തിയാൽ, ലഭ്യമായാൽ ആ ഒട്ടകം പരമാവധി വെള്ളവും പരമാവധി ഭക്ഷണവും ശേഖരിച്ചു വെക്കുന്നത് നമുക്കറിയാവുന്നതാ. അതാ കുൻ ഫിദ് ദുനിയാ കഅന്നക ഗരീബൻ ഔ ആബിറു സബീൽ. മനുഷ്യ, നീ ദുനിയാവിൽ ഒരു വഴിയാത്രക്കാരൻ അല്ലെങ്കിൽ ഒരു അപരിചിതനാണെന്ന് നമ്മളെ പഠിപ്പിച്ചത്. കാരണം ആ ഒട്ടകത്തിനെ പോലെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയില്ല നാളെ
അടുത്ത ആഴ്ച, അടുത്ത മാസം എനിക്ക് നോമ്പനുഷ്ഠിക്കാൻ കഴിയോ, നിസ്കരിക്കാൻ പറ്റുമോ, ഖുർആൻ പാരായണം ചെയ്യാൻ കഴിയോ, അതിനുള്ള ആയുസ് എനിക്ക് ഉണ്ടാവോ, ആരോഗ്യം ഉണ്ടാവോ എന്നുറപ്പില്ലാത്തതിനാൽ എപ്പോഴാണോ ചെയ്യാൻ പറ്റുന്നത്, എപ്പോഴാണോ നേടിയെടുക്കാൻ പറ്റുന്നത്, ആ സമയത്ത് പരമാവധി ശേഖരിച്ചു വെക്കണേ എന്ന എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്തരത്തിൽ പരമാവധി സുഹൃതങ്ങൾ നേടിയെടുക്കാൻ റമളാനിന്റെ ഓരോ ദിവസങ്ങളും നമ്മൾ മാറ്റിവെക്കേണ്ടുന്നതുണ്ട് എന്നുള്ളതാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് നമ്മൾ റമളാനിന് മുമ്പുള്ള ക്ലാസ്സുകളിൽ കേട്ടിട്ടുണ്ട്. പരിശുദ്ധ റമളാൻ ജീവിതത്തിൽ ഇങ്ങനെ സമാഗതമായി വന്നിട്ട് അതിനെ വരവേൽക്കാൻ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞു പോകുന്ന സമയത്ത് ജീവിതത്തിലെ പാപങ്ങൾ മുഴുവനും പൊറുക്കപ്പെടാത്ത മനുഷ്യന് അള്ളാന്റെ കാരുണ്യത്തിൽ നിന്ന് ഒഴിവാകട്ടെ എന്ന് മലക്കുകളിൽ ശ്രേഷ്ഠനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചപ്പോ അഷ്റഫുൽ ഖൽഖ്, സൃഷ്ടികളിൽ ഉത്കൃഷ്ടനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആമീൻ പറഞ്ഞിട്ടുള്ള പ്രാർത്ഥനയാണ്. ആ പരിശുദ്ധ റമദാൻ ഇതാ എനിക്കും നിങ്ങൾക്കും സമാഗതമായിട്ടുണ്ട്. അതിന്റെ ദിവസങ്ങളിൽ നമ്മൾ വരവേറ്റിട്ടുണ്ട്. ഒരു പക്ഷേ നാളെയോ മറ്റന്നാളോ അടുത്ത റമദാനോ അടുത്ത നോമ്പോ അനുഷ്ഠിക്കാൻ എനിക്ക് ആയുസ് ഉണ്ടാവോ എന്ന് ഉറപ്പില്ലാത്തത് കൊണ്ട് ഇത്തവണത്തെ റമദാനിനെ ഈ ദിവസങ്ങളിൽ വരവേറ്റ ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് രണ്ടാമത്തെ പത്തോ മൂന്നാമത്തെ പത്തോ വരുന്നതിന് മുമ്പ് നമ്മുടെ പാപങ്ങള് മായ്ക്കപ്പെടാനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ അള്ളാഹന്റെ കാരുണ്യത്തിൽ നിന്ന് ഒഴിവാകട്ടെ എന്ന് പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥിച്ച ആ നിർഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഒരുപക്ഷെ നമ്മൾ പെട്ടുപോകും. അതുകൊണ്ട് കൃത്യമായിട്ട് പരിശുദ്ധ റമളാനിനെ കൃത്യമായിട്ട് വരവേറ്റ് അതിന്റെ സുഹൃതങ്ങൾ മുഴുവനും നേടിയെടുക്കുന്ന ആ റമളാൻ കൊണ്ട് സത്യവിശ്വാസിക്ക് എന്ത് കിട്ടുമെന്ന ചോദ്യത്തിന് ലഅല്ലക്കും തത്തഖൂൻ, ആ തഖ്വയുണ്ടല്ലോ, ആ സൂക്ഷ്മത നിർഭരമായ മനസ്സുണ്ടല്ലോ, അത് ഈ പരിശുദ്ധ റമളാനിന്റെ ഓരോ ദിവസവും നമുക്കിങ്ങനെ മൂർച്ച കൂട്ടാൻ സത്യവിശ്വാസി എന്ന നിലക്ക് എനിക്കും നിങ്ങൾക്കും കഴിയേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടാവണം സത്യവിശ്വാസിയാകുന്ന നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും പ്രവർത്തനവും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ റമളാനിന്റെ നന്മകളെ പരമാവധി നേടിയെടുത്ത് പരലോകത്തേക്കുള്ള പാതയും ഒരുക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയേണ്ടതുണ്ട്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങള്, തെറ്റുകുറ്റങ്ങള് നീ ഞങ്ങൾക്ക് വിട്ടുമുറുത്തു മാപ്പാക്കി തരണമേ തമ്പുരാനെ. നിന്റെ ദീന് യഥാവിധി ഉൾക്കൊണ്ടുകൊണ്ട് പരിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും അനുധാവനം ചെയ്ത് മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഞങ്ങൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടല്, ഞങ്ങളുടെ നമസ്കാരം, ഖുർആൻ പാരായണം, നോമ്പ് മുതലായ എല്ലാ പ്രവർത്തനങ്ങളും സ്വാലിഹായ അമലായി സ്വീകരിച്ച് നിന്റെ ജന്നാത്തിൽ ഫിർദൗസ് നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത് അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ അല്ലാഹുമ്മ സബ്ബിത് അഖ്ദാമനാ وارغب قلوبنا وانصرنا على القوم الكافرين اللهم اشف مرضانا وعاف مبتلانا وارحم موتانا وفك اسرانا واجبر كسرانا يا رب العالمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مصرف النفوس ثبت نفوسنا على ملتك ربنا تقبل منا دعاءنا وقيامنا وصيامنا وصلاتنا وتلاوتنا وصدقاتنا وسائر أعمالنا الصالحات يا رب العالمين وتب علينا إنك أنت التواب الرحيم آمين 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 برحمتك يا أرحم الراحمين وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته.